Hi guys, I am Nalla Paulos. Welcome to Nurse Buds. മെയിനായിട്ട് നഴ്സസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സപ്പോർട്ട് മീ. നമ്മൾ ഇന്ന് കുറച്ച് ഡിസീസ് കണ്ടീഷൻസിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള കുറച്ച് സിംറ്റംസ് ആണ് കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇത് ജസ്റ്റ് സിംറ്റംസിൻ്റെ ഇത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ എല്ലാ കണ്ടീഷൻസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് പിന്നെ തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ജസ്റ്റ് കാണാൻ എന്തൊക്കെയായിരിക്കും ആ കോമൺ സിംറ്റംസ് അല്ലെങ്കിൽ ടിപ്പിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിമോണിയയുടെ ഒരു കോമൺ സിംറ്റം എന്താ? റസ്റ്റി ഗ്രീനിഷ് കളേർഡ് സ്പൂട്ടം. ന്യൂമോണിയയുടെ കോമൺ സിംറ്റമാണ് റസ്റ്റി ഗ്രീനിഷ് കളേർഡ് സ്പൂട്ടം. ഇനി ആസ്മ എടുക്കുകയാണെങ്കിൽ ആസ്മയുടെ ടിപ്പിക്കലായിട്ടുള്ളൊരു സിംറ്റമാണ് വീസിങ് അല്ലേ. ഇനി എംഫൈസീമ ആണെങ്കിൽ ബാരൽ ചെസ്റ്റ് അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും. മീസൽസിൻ്റെ ഒരു ടിപ്പിക്കൽ സിംറ്റമാണ് കൊപ്ലിക് സ്പോട്ട്. എന്താണ് കൊപ്ലിക് സ്പോട്ട് എന്ന് പറയുന്നത്? ക്ലസ്റ്റേർഡ് വൈറ്റ് ലീഷൻസ് ഓൺ ദ ബക്കൽ മൂക്കോസ. ബക്കൽ മൂക്കോസയിൽ വൈറ്റ് ലീഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി സിസ്റ്റമിക് ലൂപ്പസ് എർത്തമാറ്റസ് എന്താണ്? SLE, അതായത് ബട്ടർഫ്ലൈ റാഷസ് ആയിരിക്കും അതിൻ്റെ ഒരു സിംറ്റം. ഇവിടുന്ന് നോസിൽ നിന്ന് ബട്ടർഫ്ലൈ ആയിട്ടുള്ള റാഷസ് ആയിരിക്കും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. ഓക്കെ, ഇനി പാൻക്രിയാറ്റൈറ്റിസ് ആണെങ്കിൽ കുള്ളൻ സൈൻ ആയിരിക്കും. എന്താണ് കുള്ളൻ സൈൻ എന്ന് പറയുന്നത്? എക്കൈമോസിസ് ഓഫ് ദ അംബിലിക്കസ്. അംബിലിക്കസിന് ചുറ്റും നമുക്ക് എക്കൈമോസിസ് കാണാനായിട്ട് പറ്റും. ഇനി പൾമണറി ട്യൂബർക്കുലോസിൻ്റെ ഒരു ടിപ്പിക്കൽ സിംറ്റം എന്ന് പറയുന്നത് ലോ ഗ്രേഡ് ആഫ്റ്റർനൂൺ ഫീവർ ആയിരിക്കും. ഓക്കെ, ഇനി കാവസാക്കി സിൻഡ്രോം ആണെങ്കിൽ സ്ട്രോബെറി ടങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ടങ്കിന് സ്ട്രോബെറി അപ്പിയറൻസ് ആയിരിക്കും, സ്ട്രോബെറി കളറായിരിക്കും കാണാനായിട്ട് സാധിക്കാം. ഇനി പെർനീഷ്യസ് അനീമിയ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനീമിയ ആണ്. അപ്പം നമുക്കതിന് റെഡ് ബീഫി ടങ്കായിരിക്കും കാണാനായിട്ട് പറ്റാം. ഓക്കെ, അപ്പം നമ്മൾ കാവസാക്കി സിൻഡ്രോം മാറരുത്. സ്ട്രോബെറി അപ്പിയറൻസ്, പെർനീഷ്യസ് അനീമിയ ആണെങ്കിൽ റെഡ് ബീഫി ടങ്കായിരിക്കും. ഇനി ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ പ്രൊട്രൂഡിങ് ടങ്കായിരിക്കും. ഓക്കെ, ഇനി കോളറ ആണെങ്കിലോ റൈസ് വാട്ടറി അപ്പിയറൻസ്. മലേറിയയ്ക്ക് സ്റ്റെപ്പ് ലാഡർ ലൈക്ക് ഫീവർ വിത്ത് ചിൽസ് ആയിരിക്കും. ടൈഫോയിഡിനാണെങ്കിൽ റോഡ് സ്പോട്ട്സ് ഇൻ ദ അബ്ഡോമനിൽ നമുക്ക് റോഡ് സ്പോട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി പൈലോറിക് സ്റ്റെനോസിസ്, അതിൻ്റെ ഒരു ടിപ്പിക്കൽ സിംറ്റം എന്ന് പറയുന്നത് ഒലീവ് ലൈക്ക് മാസ് അപ്പിയറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് അബ്ഡോമൻ പാൽപേറ്റ് ചെയ്യുമ്പോൾ ഒലീവ് ലൈക്ക് മാസ് അപ്പിയറൻസ് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് അഡിസൺസ് ഡിസീസിൻ്റെ ബ്രോൺസ് ലൈക്ക് സ്കിൻ പിഗ്മെൻറ്റേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്താണ് ബ്രോൺസ് ലൈക്ക്? ബ്രോൺസ് എന്ന് വെച്ചാൽ ചെമ്പ് കളറിലുള്ള പിഗ്മെൻറ്റേഷൻ ആയിരിക്കും സ്കിന്നിന്. ഓക്കെ, ഇനി കുഷിങ് സിൻഡ്രോം ആണെങ്കിൽ മൂൺ ഫേസ് ആയിരിക്കും. മൂൺ ഫേസ്, അതേപോലെ തന്നെ ബഫല്ലോ ഹമ്പും മൂൺ ഫേസും കുഷിങ് സിൻഡ്രോമിൻ്റെ ഒരു മെയിൻ ടിപ്പിക്കലായിട്ടുള്ള സിംറ്റംസ് ആണ്. ഇനി നമുക്ക് ഇൻഡോസസെപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന് സോസേജ് ഷേപ്പ് മാസ് അപ്പിയറൻസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പൾമണറി എഡിമ ആണെങ്കിൽ പിങ്ക് ഫ്രോത്തി സ്പൂട്ടമായിരിക്കും പൾമണറി എഡിമയുടെ സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഇനി വരുന്നതായിരിക്കും. സോ താങ്ക് യു.